എന്തായിരിക്കും ഇനി എൻ്റെ ഭാവി? ഞാൻ എങ്ങനെ ജീവിക്കണം? അത് ഞാൻ പറഞ്ഞു തരണോ? സ്വാമിജി അറിവുള്ള ആളല്ലേ? അടുത്ത വീട്ടിൽ താമസിക്കണ കൃഷ്ണനോട് നമ്മൾ ചോദിക്കുകയാണ്, എടോ കൃഷ്ണ ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെ ജീവിക്കണം? അതുപോലെയാണ് ഈ ചോദ്യം. സ്വന്തം ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്ന് മറ്റുള്ളവരോട് ചോദിക്കുക വളരെ രസമുള്ളൊരു കാര്യമാണത്. സ്വാമിജി എന്നെ പരിഹസിക്കുകയാണോ? പരിഹസിക്കപ്പെടേണ്ടവനാണ് താനെന്നുള്ള ഈ അപകർഷതാബോധം ആദ്യം മാറ്റുക, അതാ വേണ്ടത്. നാട്ടിൽ നിന്ന് ഭാര്യയുടെ കത്തൊക്കെ ഉണ്ടോ സന്യാസി? പറഞ്ഞ മനുഷ്യ സ്വസ്ഥതയില്ല. എത്ര സ്വാമി ആരോടാ ദേഷ്യപ്പെടുന്നത്? ആരോടുമില്ല. സ്വാമി ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ആൾക്കാർ പിന്നെയും കളിയാക്കാൻ ശ്രമിക്കുന്നത്. അല്ലേ തന്നെ മനുഷ്യൻ ഇവിടെ ബ്രഹ്മചാരി എനിക്കിഷ്ടം, അതുകൊണ്ട് ചോദിക്കുക. എന്താണാവോ? ദൈവം സർവശക്തനാണല്ലോ, അപ്പൊ ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ഭാര്യയും മക്കളെയും ദൈവം കാത്തുരക്ഷിച്ചോളും എന്ന് വിശ്വസിച്ചൂടെ? സ്വാമിയുടെ ഭാര്യയ്ക്ക് എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഓഹോ, ആളെങ്ങനെ കാണാൻ സൗന്ദര്യമുള്ള കൂട്ടത്തിലാണോ? കുഴപ്പമില്ല. അപ്പൊ അവരെങ്ങനെങ്കിലും ജീവിച്ചോളും. എന്ത്? എന്താ സ്വാമി ഉദ്ദേശിച്ചത്?